So welcome all. So ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫോർത്ത് മോഡ്യൂളിലെ ഹൈഡ്രോളിക് ജംപ് ഓർ സ്റ്റാൻഡിംഗ് വേവ് എന്ന് പറയുന്ന പോർഷനാണ്. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. ഇതിന് യൂഷ്വലി ഒന്നെങ്കിൽ ഡെറിവേഷനോ അല്ലെങ്കിൽ പ്രോബ്ലംസോ ചോദിക്കാറുണ്ട്. യൂഷ്വലി പ്രോബ്ലംസ് ആണ് കൂടുതലായിട്ടും ചോദിച്ച് കണ്ടിട്ടുള്ളത്. ഓക്കെ, അതുകൊണ്ട് ഇതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് ഇത് പഠിക്കാം. ഓക്കെ, സോ ഹൈഡ്രോളിക് ജംപ് എന്താണെന്ന് നോക്കാം. ഓക്കെ, സോ ആദ്യമായി ഒരു ചാനൽ കൺസിഡർ ചെയ്യാം. അതിലൊരു ഡാം കൺസിഡർ ചെയ്യുക. സോ ആൻഡ് കൺസിഡർ ദ ഫ്ലോ ഓഫ് വാട്ടർ ഓവർ എ ഡാം. ഓക്കെ, ഒരു ഡാമിന് മുകളിൽ കൂടെ ഫ്ലോ നടക്കുന്നതായിട്ട് കൺസിഡർ ചെയ്യുക. അപ്പോൾ ഡാമിന് മുകളിൽ കൂടെ ഫ്ലോ നടക്കുമ്പോഴത്തേക്കും അതിൻ്റെ ഡൗൺ സ്ട്രീം സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും സോ ഒരു പർട്ടിക്കുലർ സെക്ഷൻ എത്തുമ്പോഴത്തേക്കും അവിടെ ഡെപ്ത് മിനിമം ആവും. ഡെപ്ത് ഓഫ് ഫ്ലോ ഏറ്റവും മിനിമം ആവും. ഓക്കെ, സോ അവിടെ ഞാൻ സെക്ഷൻ 1.1 എന്ന് കൺസിഡർ ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ഈ സെക്ഷൻ 1.1 ഈ ഹൈറ്റ് ഓഫ് വാട്ടർ എന്ന് പറയുന്നത് യൂഷ്വലി ഹൈറ്റ് അല്ലെങ്കിൽ ഡെപ്ത് ഓഫ് വാട്ടർ എന്ന് പറയുന്നത് യൂഷ്വലി ക്രിട്ടിക്കൽ ഡെപ്തിനെക്കാട്ടിയും കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ അവിടെ നടക്കുന്ന ഫ്ലോ എന്ന് പറയുന്നത് സൂപ്പർ ക്രിട്ടിക്കൽ ഫ്ലോ ആയിരിക്കും. സൂപ്പർ ക്രിട്ടിക്കൽ ഫ്ലോ അല്ലെങ്കിൽ ഷൂട്ടിംഗ് ഫ്ലോ ആയിരിക്കും ഈ സെക്ഷൻ 1.1 നടക്കുന്നത്. ഈ ഷൂട്ടിംഗ് ഫ്ലോയുടെ പ്രത്യേകത എന്ന് പറയുന്നത് അതൊരു അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഫ്ലോ ആണ്. സോ ഈ അൺസ്റ്റേബിൾ ഫ്ലോ പെട്ടെന്ന് തന്നെ സ്റ്റേബിൾ ആയിട്ടുള്ളൊരു ഫ്ലോയിലേക്ക് കൺവേർട്ട് ആവും. അതായത് സ്റ്റേബിൾ ആയിട്ടുള്ള സബ് ക്രിട്ടിക്കൽ ഫ്ലോയിലേക്ക് കൺവേർട്ട് ആവും. സബ് ക്രിട്ടിക്കൽ ഫ്ലോ അല്ലെങ്കിൽ സ്ട്രീമിംഗ് ഫ്ലോ എന്നും പറയും. സോ അങ്ങനെ കൺവേർട്ട് ആവും. സോ ആ കൺവേർഷൻ നടക്കുമ്പോഴത്തേക്കും അവിടെ ഡെപ്ത് ഓഫ് വാട്ടർ അല്ലെങ്കിൽ ഹൈറ്റ് ഓഫ് വാട്ടർ സഡൻ ആയിട്ട് ഇൻക്രീസ് ചെയ്യും. ഓക്കെ, സഡൻ ആയിട്ട് അവിടെ ആ ഹൈറ്റ് ഇൻക്രീസ് ആവും. സോ ദിസ് സഡൻ increase of depth in a small portion is called hydraulic jump or standing wave. Okay, ഈ സഡൻ ആയിട്ടുള്ള ഇൻക്രീസിനെ പറയുന്ന പേരാണ് ഹൈഡ്രോളിക് ജമ്പ് എന്ന്. ഓക്കെ, ഡെപ്ത് ഓഫ് വാട്ടർ സഡൻ ആയിട്ട് ഇൻക്രീസ് ചെയ്യുന്നതിനെയാണ് ഹൈഡ്രോളിക് ജമ്പ് അല്ലെങ്കിൽ സ്റ്റാൻഡിംഗ് വേവ് എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു പ്രോപ്പർ ഡെഫിനിഷനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈഡ്രോളിക് ജമ്പ് എന്ന് പറയുന്നത് ദ റൈസ് ഓഫ് വാട്ടർ ലെവൽ വിച്ച് ടേക്ക് പ്ലേസ് ഡ്യൂ ടു ദ ട്രാൻസ്ഫോർമേഷൻ ഓഫ് the unstable shooting flow to the stable streaming flow. അതായത് അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഷൂട്ടിംഗ് ഫ്ലോയിൽ നിന്ന് സ്റ്റേബിൾ ആയിട്ടുള്ള സ്ട്രീമിംഗ് ഫ്ലോയിലേക്ക് കൺവേർട്ട് ആവുമ്പം അവിടെ ഉണ്ടാവുന്ന റൈസ് ഓഫ് വാട്ടർ ലെവലിനെയാണ് നമ്മൾ ഹൈഡ്രോളിക് ജമ്പ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് വി ഹാവ് ടു ഫൈൻഡ് ആൻ എക്സ്പ്രഷൻ ഫോർ ഡെപ്ത് ഓഫ് ഹൈഡ്രോളിക് ജമ്പ്. ഓക്കെ, ഡെപ്ത് ഓഫ് ഹൈഡ്രോളിക് ജമ്പിന് ഒരു എക്സ്പ്രഷൻ കണ്ടുപിടിക്കണം. സോ അതിനായിട്ട് ആദ്യം കുറച്ച് അസംഷൻസ് മേഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് അസംഷൻ എന്ന് പറയുന്നത് ദ ഫ്ലോ ഈസ് യൂണിഫോം. ഫ്ലോ യൂണിഫോം ആയിരിക്കും. അത് കണക്ക് തന്നെ പ്രഷർ ഡിസ്ട്രിബ്യൂഷൻ ഈസ് ഡ്യൂ ടു ഹൈഡ്രോസ്റ്റാറ്റിക് ബിഫോർ ആൻഡ് ആഫ്റ്റർ ദി ഫ്ലോ ആഫ്റ്റർ ദി ജമ്പ്. അതായത് ഹൈഡ്രോളിക് ജമ്പിന് മുൻപും ശേഷവും പ്രഷർ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഹൈഡ്രോസ്റ്റാറ്റിക് ലോനെ ബേസ് ചെയ്തിട്ടായിരിക്കും. ഹൈഡ്രോസ്റ്റാറ്റിക് ലോ നമ്മൾ ഫ്ലൂയിഡ് മെക്കാനിക്സ് 1 പഠിച്ചിട്ടുള്ളതാണ്. അതായത് പ്രഷർ ഡെപ്തിനനുസരിച്ച് വേരി ചെയ്യും. ഓക്കെ, ദെൻ സെക്കൻഡ് അസംഷൻ എന്ന് പറയുന്നത് ലോസസ് ഡ്യൂ ടു ഫ്രിക്ഷൻ ഓൺ ദി സർഫസ് ഓഫ് ബെഡ് ഓഫ് ദ ചാനൽ ആർ സ്മോൾ ആൻഡ് ഹെൻസ് നെഗ്ലക്റ്റഡ്. അതായത് ആ ബെഡിൻ്റെ സർഫസിലുള്ള ഫ്രിക്ഷണൽ ലോസ് എന്ന് പറയുന്നത് തീരെ ചെറുതായിരിക്കും. അതുകൊണ്ട് തന്നെ അത് നെഗ്ലക്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതാണ് തന്നെ തേർഡ് അസംഷൻ എന്ന് പറയുന്നത് ദ സ്ലോപ്പ് ഓഫ് ബെഡ് ഓഫ് ദ ചാനൽ ഈസ് സ്മോൾ ആൻഡ് ഹെൻസ് ദ കമ്പോണന്റ് ഓഫ് വെയിറ്റ് ഓഫ് ഫ്ലൂയിഡ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഫ്ലോ ഈസ് നെഗ്ലക്റ്റഡ്. അതായത് ആ ബെഡ് സ്ലോപ്പ് എന്ന് പറയുന്നത് ആ ചാനലിൻ്റെ ബെഡ് സ്ലോപ്പ് എന്ന് പറയുന്നത് തീരെ ചെറുതാണ്. അതുകൊണ്ട് തന്നെ the component of weight of fluid in the direction of flow is neglected. ആ വെയിറ്റിൻ്റെ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യും. അതായത് വെയിറ്റിൻ്റെ വെർട്ടിക്കൽ കമ്പോണൻറ്റ് മാത്രമേ കാണത്തുള്ളൂ. ഫ്ലോയുടെ ഡയറക്ഷന് വെയിറ്റിന് കമ്പോണൻ്റ് ഒന്നും കാണത്തില്ല. നമുക്കറിയാം ഇൻക്ലൈൻഡ് ആണ് വെയിറ്റ് എന്നുണ്ടെങ്കിൽ ആ വെയിറ്റിന് ഒരു ഹൊറിസോണ്ടൽ കമ്പോണൻറ്റും വെർട്ടിക്കൽ കമ്പോണൻറ്റും കാണും. പക്ഷേ ഇവിടെ ആ ബെഡ് ഓഫ് ദ ചാനൽ നമ്മൾ ഇൻക്ലൈൻഡ് ആയിട്ടല്ല, അതായത് സ്ലോപ്പ് ഒന്നും ഇല്ല എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ സ്ലോപ്പ് തീരെ ചെറുതാണെന്നാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വെയിറ്റിന് വെർട്ടിക്കൽ കമ്പോണൻറ്റ് മാത്രമേ കാണത്തുള്ളൂ. ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യും. ഓക്കെ, സോ ഇനി നമുക്ക് ആ ഡെപ്ത് ഓഫ് ഹൈഡ്രോളിക് ജമ്പ് ഡിറൈവ് ചെയ്യാനായിട്ട് നിങ്ങളൊരു ഹൈഡ്രോളിക് ജമ്പ് കൺസിഡർ ചെയ്യുക.
അതിനകത്ത് രണ്ട് സെക്ഷൻസ് കൺസിഡർ ചെയ്യുക, സെക്ഷൻ 1.1 ആൻഡ് സെക്ഷൻ 2.2. സെക്ഷൻ 1.1 എന്ന് പറയുന്നത് ജസ്റ്റ് ബിഫോർ ദ ജമ്പും സെക്ഷൻ 2.2 എന്ന് പറയുന്നത് ജസ്റ്റ് ആഫ്റ്റർ ദ ജമ്പുമാണ് കൺസിഡർ ചെയ്യേണ്ടുന്നത്. ഓക്കെ, ഇനി കുറച്ച് ടേംസ് നമുക്ക് ഡിഫൈൻ ചെയ്യാം. ഫസ്റ്റ് D1. ലെറ്റ് D1 ഈക്വൽ ടു ഡെപ്ത് ഓഫ് ഫ്ലോ അറ്റ് സെക്ഷൻ 1.1. സെക്ഷൻ 1.1 ഡെപ്ത് ഓഫ് ഫ്ലോ D1 ആയിട്ട് എടുക്കുക. ദെൻ സെക്ഷൻ 2.2 ഡെപ്ത് ഓഫ് ഫ്ലോ D2 ആയിട്ട് എടുക്കുക. അതേ കണക്ക് തന്നെ സെക്ഷൻ 1.1 വെലോസിറ്റി V1 ആയിട്ട് എടുക്കുക. സെക്ഷൻ 2.2 വെലോസിറ്റി V2 ആയിട്ട് എടുക്കുക. ദെൻ Z1 ബാർ ഈക്വൽ ടു ഡെപ്ത് ഓഫ് സെൻട്രോയിഡ് ഓഫ് ഏരിയ അറ്റ് സെക്ഷൻ 1.1 ബിലോ ഫ്രീ സർഫസ്. അതായത് Z1 ബാർ എന്ന് പറയുന്നത് സെക്ഷൻ 1.1 ഏരിയ ഓഫ് ഫ്ലോയുടെ സെൻട്രോയിഡ് വരെയുള്ള ഡിസ്റ്റൻസ് ആണ്. എവിടുന്ന ഫ്രീ സർഫസിൽ നിന്ന് സെൻട്രോയിഡ് വരെയുള്ള ഡിസ്റ്റൻസ് ആണ് Z1 ബാർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ ചാനൽ റെക്ടാങ്കുലർ ആവാം, അല്ലെങ്കിൽ ട്രപ്പിസോയിഡൽ ആവാം, അല്ലെങ്കിൽ സർക്കുലർ ആവാം, ഏത് ഷേപ്പ് വേണമെങ്കിലും ആവാം. സോ അതിനനുസരിച്ച് നിങ്ങൾ ആ സെൻട്രോയിഡ് ഡിസ്റ്റൻസ് ഉള്ള ഫോമുല യൂസ് ചെയ്ത് സെൻട്രോയിഡിൻ്റെ ഫോമുല ഉപയോഗിച്ചിട്ട് ഈ Z1 ബാർ നമുക്ക് കണ്ടുപിടിക്കാം. ഇവിടെ നമ്മൾ ഡെറിവേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് ഇതൊരു റെക്ടാങ്കുലർ ചാനലായിട്ടാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. അപ്പോൾ Z1 ബാർ എന്ന് പറയുന്നത് സെക്ഷൻ 1.1 സെൻട്രോയിഡ് വരെയുള്ള ഡിസ്റ്റൻസ് ആണ്. Z2 ബാർ എന്ന് പറയുന്നത് സെക്ഷൻ 2.2 സെൻട്രോയിഡ് വരെയുള്ള ഡിസ്റ്റൻസ് ആണ്. ഇനി A1 എന്ന് പറയുന്നത് ഏരിയ ഓഫ് ഫ്ലോ അറ്റ് സെക്ഷൻ 1.1. A2 എന്ന് പറയുന്നത് ഏരിയ ഓഫ് ഫ്ലോ അല്ലെങ്കിൽ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ അറ്റ് സെക്ഷൻ 2.2 ആണ്. ഓക്കെ, നെക്സ്റ്റ് സോ കൺസിഡർ യൂണിറ്റ് വിഡ്ത്ത് ഓഫ് ദി ചാനൽ. സോ നമ്മൾ ഒരു ചാനലിൻ്റെ വിഡ്ത്ത് യൂണിറ്റി ആയിട്ടാണ് ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. അതായത് വിഡ്ത്ത് 1 ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. വിഡ്ത്ത് നമുക്ക് B എന്ന് പറയാം. B എന്ന് പറയുന്നത് ഈക്വൽ ടു 1 ആയിരിക്കും. സോ ഈ സെക്ഷൻ 1.1 2.2 ഇടയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് എന്ന് പറയുന്നത് ഒന്നെന്ന് പറയുന്നത് പ്രഷർ ഫോഴ്സ് P1 സെക്ഷൻ 1.1 ആണ്. സെക്ഷൻ 1.1 പ്രഷർ ഫോഴ്സ് ഞാൻ P1 എന്ന് കൊടുത്തു. ദെൻ പ്രഷർ ഫോഴ്സ് P2 അറ്റ് സെക്ഷൻ 2.2. And third one is frictional force on the bed of the channel which is assumed to be neglected. നമ്മൾ ഫ്രിക്ഷൻ ഒന്നും ഇല്ല എന്നാണ്, നെഗ്ലിജിബിൾ എന്നാണ് നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ മൂന്നാമത്തെ ഫ്രിക്ഷണൽ ഫോഴ്സ് നമുക്ക് കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല, അത് നമ്മൾ നെഗ്ലക്ട് ചെയ്യുന്നു. സോ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് പ്രഷർ ഫോഴ്സ് P1 പ്രഷർ ഫോഴ്സ് P2 ആണ്. ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് പ്രഷർ ഫോഴ്സ് ആണ്, പ്രഷർ അല്ല, പ്രഷർ ഫോഴ്സ് ആണ്. ഓക്കെ, പ്രഷർ ഫോഴ്സിൻ്റെ ഇക്വേഷൻസ് ഒക്കെ നമ്മൾ ഫ്ലൂയിഡ് മെക്കാനിക്സ് 1 കഴിഞ്ഞ സെമസ്റ്റർ പഠിച്ചിട്ടുള്ളതാണ്. അടുത്തായിട്ട് വേറൊരു ടേമും കൂടെ നമ്മൾ എടുക്കുന്നു. ലെറ്റ് Q സ്മോൾ Q ഈക്വൽ ടു ഡിസ്ചാർജ് പെർ യൂണിറ്റ് വിഡ്ത്ത്. Q എന്ന് പറയുന്നത് സ്മോൾ Q എന്ന് പറയുന്നത് ഡിസ്ചാർജ് പെർ യൂണിറ്റ് വിഡ്ത്ത് ആണ്. ദാറ്റ് വിൽ ബി ഈക്വൽ ടു V1 D1 ഈക്വൽ ടു V2 D2. ഇതെങ്ങനെ വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ Q എന്ന് പറയുന്നത് ഡിസ്ചാർജ് പെർ യൂണിറ്റ് വിഡ്ത്ത് ആണ്. ദാറ്റ് ഈസ് ക്യാപിറ്റൽ Q ബൈ B. ഡിസ്ചാർജ് എന്ന് പറയുന്നത് ഏരിയ ഇൻറ്റു വെലോസിറ്റി ആണ്. സോ A ഇൻറ്റു V ബൈ B എന്ന് എഴുതാം. ദെൻ ഏരിയ ഇത് റെക്ടാങ്കുലർ ചാനലായിട്ട് കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏരിയ എന്ന് പറയുന്നത് വിഡ്ത്ത് ഇൻറ്റു ഡെപ്ത് ആയിരിക്കും. ദാറ്റ് ഈസ് B ഇൻറ്റു D ഇൻറ്റു V ബൈ B. സോ താഴെ മുകളിലും B ക്യാൻസൽ ചെയ്ത് പോകും, ബാക്കി V ഇൻറ്റു D എന്ന് വരും. സോ അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. Q ഈക്വൽ ടു V1 D1 ഈക്വൽ ടു V2 D2. V1 D1 എന്ന് പറയുന്നത് സെക്ഷൻ 1.1 Q, V2 D2 എന്ന് പറയുന്നത് സെക്ഷൻ 2.2 Q ആണ്. സോ കണ്ടിന്യൂറ്റി ഇക്വേഷൻ പ്രകാരം സെക്ഷൻ 1.1 സെക്ഷൻ 2.2 എല്ലാ ഭാഗത്തും ഡിസ്ചാർജ് സെയിം ആയിരിക്കും. അതുകൊണ്ടാണ് V1 D1 ഈക്വൽ ടു V2 D2 എന്ന് വരുന്നത്. സോ അതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കുക. ഇനി നമ്മൾ ആദ്യം പ്രഷർ ഫോഴ്സ് അറ്റ് സെക്ഷൻ 1.1 കണ്ടുപിടിക്കുകയാണ്. P1 ഈക്വൽ ടു W A1 Z1 ബാർ എന്ന് വരും. സോ പ്രഷർ ഫോഴ്സിൻ്റെ ഇക്വേഷൻ കഴിഞ്ഞ സെമസ്റ്റർ നമ്മൾ പഠിച്ചിട്ടുണ്ട്. P ഈക്വൽ ടു WAH ബാർ. P അല്ലെങ്കിൽ F യൂസ് ചെയ്യാറുണ്ട്. F ഈക്വൽ ടു WH ബാർ എന്നും യൂസ് ചെയ്യാറുണ്ട്. നമ്മൾ കഴിഞ്ഞ സെമസ്റ്റർ മിക്കവാറും നിങ്ങൾ F എന്നായിരിക്കും യൂസ് ചെയ്തിട്ടുള്ളത്. ഞാനിവിടെ ക്യാപിറ്റൽ P എന്നിടുന്നു. P ഈക്വൽ ടു WAH ബാർ എന്നാണ് കോമൺ ഇക്വേഷൻ. ഇവിടെ നമുക്ക് H ബാർ അല്ല നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്, Z ബാർ ആണ്. സെക്ഷൻ 1.1 വരുമ്പോൾ Z1 ബാർ വരും. അതായത് സെൻട്രോയിഡ് വരെയുള്ള ഡിസ്റ്റൻസ് ആണ്, ഫ്രീ സർഫസിൽ നിന്ന് സെൻട്രോയിഡ് വരെയുള്ള ഡിസ്റ്റൻസ് ആണ്. സോ WA1 Z1 ബാർ എന്ന് വരും. സോ Wക്ക് വരെ ഞാൻ W എന്ന് പറയുന്നത് സ്പെസിഫിക് വെയിറ്റ് ആണ്. സ്പെസിഫിക് വെയിറ്റ് എല്ലായിടത്തും കോൺസ്റ്റന്റ് ആയിരിക്കും. സെക്ഷൻ 1.1 2.2 എല്ലാം കോൺസ്റ്റന്റ് ആയിരിക്കും. അതുകൊണ്ടാണ് അവിടെ ഞാൻ 1 എന്ന് ഇടാത്തത്.
സോ ഡബ്ല്യുവിന് ഞാൻ റോ ജി എന്ന് എഴുതുന്നു. റോ ജി ഇൻറ്റു A1 Z1 ബാർ എന്ന് വരും. ഏരിയയ്ക്ക് എനിക്ക് ഏരിയ എന്ന് പറയുന്നത് വിഡ്ത്ത് ഇൻറ്റു ഡെപ്ത് ആണ്. ഇവിടെ വിഡ്ത്ത് യൂണിറ്റി ആയിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ D1 ഇൻറ്റു 1 എന്ന് വരും ഇൻറ്റു Z1 ബാർ. ഇത് റെക്ടാങ്കുലർ സെക്ഷനാണ്. അപ്പോൾ സെൻട്രോയിഡ് എന്ന് പറയുന്നത് കറക്റ്റ് സെൻറ്ററിൽ തന്നെ ആയിരിക്കും. അതായത് മൊത്തം ഡെപ്ത് D1 ആണ്. അപ്പം D1/2 വരും സെൻട്രോയിഡ് ഡിസ്റ്റൻസ്. ഓക്കെ, സോ ഈ വാല്യൂസ് എല്ലാം ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇതൊന്ന് പിന്നെ സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്കും റോ ജി D1²/2 എന്ന് കിട്ടും. P1 ഈക്വൽ ടു റോ ജി D1²/2. ഇത് കണക്ക് തന്നെ നമ്മൾ സെക്ഷൻ 2 ചെയ്യുമ്പം അവിടുത്തെ പ്രഷർ ഫോഴ്സ് P2 എന്ന് പറയുന്നത് റോ ജി D2²/2 എന്ന് വരും. സിമിലർ കാൽക്കുലേഷൻസ് ആണ് അവിടെയും വരുന്നത്. സോ സിമിലർലി P2 വിൽ ബി ഈക്വൽ ടു റോ ജി D2²/2. So therefore net force acting on the mass of water between section 11 and 22, അതായത് സെക്ഷൻ 11നും 22നും ഇടയ്ക്ക് ഉള്ള വാട്ടറിൽ ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് വിച്ച് വിൽ ബി ഈക്വൽ ടു P2 മൈനസ് P1 ആയിരിക്കും. P2 മൈനസ് P1 എഴുതാൻ കാര്യം P2 ആണ്, P1നെക്കാട്ടിയും ഗ്രേറ്റർ വാല്യൂ. അത് കണക്ക് തന്നെ രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് P2 മൈനസ് P1 എന്ന് എഴുതാം. അല്ലെങ്കിൽ ഈ ഇക്വേഷൻ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. P1ൻ്റെയും P2ൻ്റെയും ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇവിടെ D2 ആണ് വലിയ വാല്യൂ. D2 ഈസ് ഗ്രേറ്റർ ദാൻ D1. അതുകൊണ്ട് തന്നെ P2 ആയിരിക്കും വലിയ വാല്യൂ. അതുകൊണ്ടാണ് P2 മൈനസ് P1 എന്ന് എഴുതുന്നത്. ഓക്കെ, സോ രണ്ടിൻ്റെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. റോ ജി D2²/2 മൈനസ് റോ ജി D1²/2 എന്ന് വരും. രണ്ടിടത്തും റോ ജി കോമൺ ആയിട്ട് എടുക്കുക, റോ ജി/2 കോമൺ ആയിട്ട് എടുക്കുക. സോ റോ ജി/2 ഇൻറ്റു D2² മൈനസ് D1² എന്ന് കിട്ടും. പുട്ട് ഇറ്റ് ആസ് ഇക്വേഷൻ നമ്പർ 2. നമ്മുടെ മൊമെൻറ്റം പ്രിൻസിപ്പിൾ പ്രകാരം the net force acting on a mass of fluid will be equal to rate of change of momentum ആയിരിക്കും. അതായത് മൊമെൻറ്റം പ്രിൻസിപ്പിൾ പറയുന്നത് നെറ്റ് ഫോഴ്സ് ആക്ടിങ് ഓൺ എ മാസ് ഓഫ് ഫ്ലൂയിഡ്. നമ്മളിപ്പം തൊട്ട് മുമ്പ് നെറ്റ് ഫോഴ്സ് കണ്ടുപിടിച്ചു. ആ നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ഈക്വൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ആയിരിക്കും. നമുക്കറിയാം മൊമെൻറ്റം എന്ന് പറയുന്നത് മാസ് ഇൻറ്റു വെലോസിറ്റിയാണ്. ഇവിടെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ആണ്. അതെങ്ങനെ കണ്ടുപിടിക്കുന്നത് നോക്കാം. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം വിൽ ബി ഈക്വൽ ടു മാസ് ഓഫ് വാട്ടർ പെർ സെക്കൻഡ് ഇൻറ്റു ചേഞ്ച് ഓഫ് വെലോസിറ്റി ആണ്. മാസ് ഓഫ് വാട്ടർ പെർ സെക്കൻഡ് ഇൻറ്റു ചേഞ്ച് ഓഫ് വെലോസിറ്റി ആയിരിക്കും. ഈ മാസ് ഓഫ് വാട്ടർ പെർ സെക്കൻഡ് എന്ന് പറയുന്നത് ഡെൻസിറ്റി റോ ഇൻറ്റു ഡിസ്ചാർജ് പെർ യൂണിറ്റ് വിഡ്ത്ത് ഇൻറ്റു വിഡ്ത്ത് ആയിരിക്കും. ഡെൻസിറ്റി ഇൻറ്റു ഡിസ്ചാർജ് പെർ യൂണിറ്റ് വിഡ്ത്ത് ഇൻറ്റു വിഡ്ത്ത് ആയിരിക്കും. ഓക്കെ, ദാറ്റ് ഈസ് റോ ഇൻറ്റു സ്മോൾ ക്യൂ ഇൻറ്റു ഇവിടെ യൂണിറ്റ് വിഡ്ത്ത് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ ഇൻറ്റു 1 വരും. സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു റോ ഇൻറ്റു ക്യൂ എന്ന് വരും. അത് കണക്ക് തന്നെ ചേഞ്ച് ഓഫ് വെലോസിറ്റി എന്ന് പറയുന്നത് V1 മൈനസ് V2 ആയിരിക്കും. V1 എന്ന് പറയുന്നത് സെക്ഷൻ 11ലെ വെലോസിറ്റി, V2 എന്ന് പറയുന്നത് സെക്ഷൻ 22ലെ വെലോസിറ്റി. സോ ചേഞ്ച് ഓഫ് വെലോസിറ്റി ഈസ് V1 മൈനസ് V2. സോ നമുക്ക് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം കണ്ടുപിടിക്കാം. ഈക്വൽ ടു മാസ് ഓഫ് വാട്ടർ പെർ സെക്കൻഡ് ഇൻറ്റു ചേഞ്ച് ഓഫ് വെലോസിറ്റി ആയിരിക്കും. ദാറ്റ് ഈസ് റോ ക്യൂ ഇൻറ്റു V1 മൈനസ് V2 എന്ന് വരും. ലെറ്റ് ഇറ്റ് ബി ഇക്വേഷൻ നമ്പർ 3. ഓക്കെ, സോ നമ്മുടെ മൊമെൻറ്റം പ്രിൻസിപ്പിൾ പറയുന്നത് നെറ്റ് ഫോഴ്സ് ആക്ടിങ് ഓൺ എ മാസ് ഓഫ് ഫ്ലൂയിഡ് വിൽ ബി ഈക്വൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ആയിരിക്കും. അപ്പോൾ ഇക്വേഷൻ 2ഉം ഇക്വേഷൻ 3യും കൂടെ നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. ഇക്വേഷൻ 2 എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ നെറ്റ് ഫോഴ്സ് കണ്ടുപിടിച്ചതാണ്. നെറ്റ് ഫോഴ്സ് നമ്മൾ ഓൾറെഡി നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. നെറ്റ് ഫോഴ്സ് ഈക്വൽ ടു റോ ജി/2 ഇൻറ്റു D2² മൈനസ് D1² എന്ന് കിട്ടിയതാണ് ഇക്വേഷൻ 2. അപ്പോൾ ഇക്വേഷൻ 2ഉം ഇക്വേഷൻ 3യും കൂടെ നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ എന്തോരും റോ ജി/2 ഇൻറ്റു D2² മൈനസ് D1² ഈക്വൽ ടു റോ ക്യൂ ഇൻറ്റു V1 മൈനസ് V2 എന്ന് വരും. ഇനി ഇക്വേഷൻ 1ൽ നമ്മൾ ആദ്യം ഇക്വേഷൻ 1 പറഞ്ഞപ്പം ഡിസ്ചാർജ് പെർ യൂണിറ്റ് വിഡ്ത്ത് ഈക്വൽ ടു V1 D1 ഈക്വൽ ടു V2 D2 എന്ന് പറഞ്ഞായിരുന്നു. സോ അതിൽ നിന്ന് ഈ റിലേഷനിൽ നിന്ന് എനിക്ക് V1ന് Q/D1 എന്ന് എഴുതാം. അത് കണക്ക് തന്നെ V2ന് Q/D2 എന്ന് എഴുതാം. സോ V1നെയും V2യിലും വാല്യൂസ് തൊട്ട് മുമ്പുള്ള ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇവിടെ V1നും V2നും ഈ രണ്ട് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഇക്വേഷൻ അങ്ങനെ വരും. റോ ജി/2 ഇൻറ്റു D2² മൈനസ് D1² ഈക്വൽ ടു റോ ക്യൂ ഇൻറ്റു Q/D1 മൈനസ് Q/D2 എന്ന് വരും. ദെൻ രണ്ട് സൈഡിലും റോ ക്യാൻസൽ ചെയ്ത് പോയി. ബാക്കി G/2 ഇൻറ്റു D2 പ്ലസ്
ഈ d2 സ്ക്വയർ മൈനസ് d1 സ്ക്വയർ ഞാനിവിടെ എക്സ്പാൻഡ് ചെയ്തു. അതായത് ഇത് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറയുന്ന ഫോമിലാണ്. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറയുന്നത് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ആണ്. സോ ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ d2 പ്ലസ് d1 ഇൻറ്റു d2 മൈനസ് d1 എന്ന് കിട്ടും സീക്വൽ ടു ക്യൂ. ദെൻ അത് കണക്ക് തന്നെ ഈ രണ്ട് ടേമിലും ക്യൂ ഇവിടെ ഉണ്ട്. സോ ഈ ക്യൂ ഈ രണ്ട് ടേമിൽ നിന്നും കോമൺ ആയിട്ട് ബ്രാക്കറ്റിന് പുറത്തേക്ക് എടുക്കുക. ഓൾറെഡി ഇവിടെ ഒരു ക്യൂ ഉണ്ട്. അപ്പം ക്യൂ ഇൻറ്റു ക്യൂ ക്യൂ സ്ക്വയർ എന്ന് വരും. സോ ക്യൂ സ്ക്വയർ ഇൻറ്റു 1/d1 മൈനസ് 1/d2 എന്ന് കിട്ടും. ദെൻ ഈ ബ്രാക്കറ്റിനകത്ത് കിടക്കുന്ന ടേംസ് ഒന്ന് സിംപ്ലിഫൈ ചെയ്യുക. 1/d1 മൈനസ് 1/d2 എന്ന് പറയുന്നത് d2 മൈനസ് d1 ബൈ d1 d2 എന്ന് കിട്ടും. d2 മൈനസ് d1 ബൈ d1 d2. ഈ രണ്ട് സൈഡിലും d2 മൈനസ് d1 ഉണ്ട്. സോ അത് ക്യാൻസൽ ചെയ്ത് കളയുക. അപ്പം ബാക്കി എങ്ങനെ വരും? സോ ബാക്കി g/2 ഇൻറ്റു d2 പ്ലസ് d1 ഈക്വൽ ടു ക്യൂ സ്ക്വയർ ബൈ d1 d2 എന്ന് വരും. സോ രണ്ട് സൈഡിലും d2 മൈനസ് d1 ക്യാൻസൽ ചെയ്ത് പോയി. ബാക്കി ഇത്രയും വരും. ഓക്കെ, ഇതിൽ നിന്ന് ഈ g/2 എന്ന് പറയുന്ന ടേം ഞാൻ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവരുന്നു. അപ്പം d2 പ്ലസ് d1 ഈക്വൽ ടു 2q സ്ക്വയർ ബൈ g d1 d2 എന്ന് വരും. ലെറ്റ് ഇറ്റ് ബി ഇക്വേഷൻ നമ്പർ 4. ഇനി ഇക്വേഷൻ നമ്പർ 4 എന്ന് കൊടുക്കുന്നു. ഇക്വേഷൻ നമ്പർ 4 നമുക്ക് പിന്നീട് ആവശ്യം വരും. ഓക്കെ, ദെൻ ഇതിനകത്ത് ഓരോ ടേമിനെയും നെക്സ്റ്റ് ഞാൻ d2 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. മൾട്ടിപ്ലൈയിങ് ബോത്ത് സൈഡ്സ് ബൈ d2. രണ്ട് സൈഡിലെയും ടേമുകൾ d2 വെച്ച് മൾട്ടിപ്ലൈ. അപ്പം എങ്ങനെ വരും? d2 സ്ക്വയർ, ഇവിടെ d2 ഉണ്ടായിരുന്നു, ഒരു d2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ d2 സ്ക്വയർ ആവും. d2 സ്ക്വയർ പ്ലസ് d1 d2 ഈക്വൽ ടു 2q സ്ക്വയർ ബൈ g d1. അതായത് ഇവിടെ d2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ താഴെ ഒരു d2 ഉണ്ട്, അതുമായിട്ട് ക്യാൻസൽ ചെയ്ത് പോകും. 2q സ്ക്വയർ ബൈ g d1 എന്ന് കിട്ടും. ദെൻ ഈ ടേമിനെ ഞാൻ ഈക്വലിന് ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരുന്നു. സോ d2 സ്ക്വയർ പ്ലസ് d1 d2 മൈനസ് 2q സ്ക്വയർ g d1 ഈക്വൽ ടു 0 എന്ന് കിട്ടും. ലെറ്റ് ഇറ്റ് ബി ഇക്വേഷൻ നമ്പർ 5. സോ ഇക്വേഷൻ നമ്പർ 5 എന്ന് പറയുന്ന ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ഫോമിലാണ് കിടക്കുന്നത്. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ മീൻസ് അതിൻ്റെ ജനറൽ ഫോം എന്ന് പറയുന്നത് ax സ്ക്വയർ പ്ലസ് bx പ്ലസ് c ആണ്. ഇവിടെ എക്സിന് പകരം d2 വരും, a എന്ന് പറയുന്നത് 1 ആയിരിക്കും, ബിക്ക് പകരം ഇവിടെ d1 വരും, സിക്ക് പകരം ഇവിടെ മൈനസ് 2q സ്ക്വയർ ബൈ g d1 എന്ന് വരും. സോ ദിസ് ഇക്വേഷൻ ഈസ് ഇൻ ദ ഫോം ഓഫ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. സോ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ സൊല്യൂഷൻ എന്താണ്? എക്സ് ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ഓൾ ഡിവൈഡഡ് ബൈ 2a എന്നാണ്. സോ ആ ഫോമിൽ ഈ ഇക്വേഷന് സൊല്യൂഷൻ എഴുതുക. അപ്പോൾ ഇവിടെ എന്ത് വരും? ഇവിടെ എക്സിന് പകരം d2 ആണ് വന്നിരിക്കുന്നത്. ദിസ് ഇക്വേഷൻ ഈസ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഇൻ ദ ഫോം ഇൻ ടേംസ് ഓഫ് d2 ആണ്. സോ d2 ഈക്വൽ ടു മൈനസ് d1, അതായത് ഇവിടെ ബിയുടെ ടേമിൽ ഇവിടെ കിടക്കുന്ന d1 ആണ്. സോ മൈനസ് d1 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് d1 സ്ക്വയർ മൈനസ് 4ac. ഇവിടെ എക്ക് പകരം 1 ആണ്, സിയുടെ വാല്യൂ മൈനസ് 2q സ്ക്വയർ ബൈ g d1 ആണ്. സോ മൈനസ് 2q സ്ക്വയർ ബൈ g d1 ഓൾ ഡിവൈഡഡ് ബൈ 2a എന്ന് പറയുന്നത് ഇവിടെ 1 ആണ്. സോ ഇൻറ്റു 1. ഇപ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്യാം. മൈനസ് d1 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് d1 സ്ക്വയർ പ്ലസ്, അതായത് ഇവിടെ മൈനസ് ഇവിടെ പ്ലസ് ആവും, അത് 4 × 2 ഇവിടെ 8 ആവും, പ്ലസ് 8q സ്ക്വയർ ബൈ g d1 ഓൾ ഡിവൈഡ് ബൈ 2. ഈ 2 ഇവിടെ ഓരോ ടേമിലേക്കും കൊടുക്കുക, ഡിവൈഡ് ചെയ്യുക. സോ മൈനസ് d1 ബൈ 2 പ്ലസ് ഓർ മൈനസ് ഈ 2 ഈ റൂട്ടിനകത്തേക്ക് പോകുമ്പോൾ ഇവിടെ 4 ആവും. റൂട്ട് ഓഫ് d1 സ്ക്വയർ ബൈ 4 പ്ലസ് 8q സ്ക്വയർ ബൈ 4 g d1. സോ ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഈ 8നെ 4 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 കിട്ടും. സോ d2 വിൽ ബി ഈക്വൽ ടു മൈനസ് d1 ബൈ 2 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് d1 സ്ക്വയർ ബൈ 4 പ്ലസ് 2q സ്ക്വയർ ബൈ g d1 എന്ന് കിട്ടും. അപ്പം d2ന് ഇവിടെ രണ്ട് വാല്യൂസ് കിട്ടും. ഒന്നെന്ന് പറയുന്നത് മൈനസ് d1 ബൈ 2 മൈനസ് റൂട്ട് ഓഫ് d1 സ്ക്വയർ ബൈ 4 പ്ലസ് 2q സ്ക്വയർ ബൈ g d1 ആൻഡ് മൈനസ് d1 ബൈ 2 പ്ലസ് റൂട്ട് ഓഫ് d1 സ്ക്വയർ ബൈ 4 പ്ലസ് 2q സ്ക്വയർ ബൈ g d1. ഈ രണ്ട് സൊല്യൂഷൻസിൽ
ഈ ഫസ്റ്റ് വാല്യൂ എന്ന് കിട്ടുന്നത് നമുക്ക് മൈനസ് ഡെപ്ത് ആയിരിക്കും. കാര്യം രണ്ടും നെഗറ്റീവ് ടേംസ് ആണ്. അതുകൊണ്ട് തന്നെ ഇവിടുന്ന് കിട്ടുന്ന ഡെപ്ത് എന്ന് പറയുന്നത് നെഗറ്റീവ് ഡെപ്ത് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ എടുക്കാറില്ല. സോ D2ന്റെ വാല്യൂ ആയിട്ട് നമ്മൾ എടുക്കാറുള്ളത് ഈ വാല്യൂവിനെയാണ്. അതായത് -d1/2 പ്ലസ് √d1² 4 പ്ലസ് 2q²/g_d1 എന്ന് പറയുന്ന വാല്യൂ ആണ് നമ്മൾ എടുക്കാറുള്ളത്. സോ നമ്മൾ അത് എടുക്കുന്നു. ഓക്കെ, -d1/2 പ്ലസ് √d1² 4 പ്ലസ് 2q²/g_d1. ഇനി നമുക്ക് സ്മോൾ ക്യൂവിൻ്റെ വാല്യൂ നമുക്ക് ഓൾറെഡി അറിയാം. v1 d1 = v2 d2 ആണ്. അതിനകത്ത് ഈ q = v1 d1 എന്ന് പറയുന്ന വാല്യൂ ഇവിടെ ക്യൂവിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. സോ പ്ലസ് 2 × v1 d1 g_d1 എന്ന് വരും. ഈ സ്ക്വയർ ഓരോ ടേമിലായിട്ട് കൊടുക്കുക. അപ്പോൾ -d1/2 പ്ലസ് √d1²/4 പ്ലസ് 2v1² d1²/g_d1. ഇവിടെ ഈ ടേമിൽ താഴെ മുകളിലും d1 ഉണ്ട്. ഇവിടുത്തെ d1 ഇവിടുത്തെ ഒരു d1 കൂടെ ക്യാൻസൽ ചെയ്ത് പോകും. ബാക്കി d2 will be equal to -d1/2 പ്ലസ് √d1²/4 പ്ലസ് 2v1² d1/g. So this is the equation for D2. ഈ D2ന് സീക്വന്റ് ഡെപ്ത് എന്നും പറയും. D2 എന്ന് പറയുന്നത് സെക്ഷൻ 2.2-ലെ ഡെപ്ത് ആണ്. D1 എന്ന് പറയുന്നത് സെക്ഷൻ 1.1-ലെ ഡെപ്ത് ആണ്. അപ്പം D2 അപ്പോൾ ഒരു വാല്യൂ D1ന്റെ വാല്യൂ അറിയാമെന്നുണ്ടെങ്കിൽ വി ക്യാൻ ഫൈൻഡ് ദ വാല്യൂ ഓഫ് D2. D2ന് സീക്വന്റ് ഡെപ്ത് എന്നും പറയും. സോ ഡെപ്ത് ഓഫ് ഹൈഡ്രോളിക് ജമ്പ് എന്ന് പറയുന്നത് D2 - D1 ആയിരിക്കും. ഓക്കെ, D1 ഉം D2 അറിയാമെന്നുണ്ടെങ്കിൽ ഡെപ്ത് ഓഫ് ഹൈഡ്രോളിക് ജമ്പ് വിൽ ബി ഈക്വൽ ടു D2 - D1 ആയിരിക്കും. ഓക്കെ, ഈ ഡെറിവേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ചെയ്ത് തന്നെ പഠിക്കുക. ഈ ഇക്വേഷനകത്ത് ചില ടെക്സ്റ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ ഈ D1-നും D2-നും പകരം ചിലപ്പോൾ H1 H2 ആയിരിക്കും യൂസ് ചെയ്തിരിക്കുന്നത്. ചില ടെക്സ്റ്റുകളിൽ Y1-ഉം Y2 ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം എക്സാമിന് ചോദിക്കുമ്പോൾ ചിലപ്പം ഈ D1-നും D2-നും പകരം വേറെ നൊട്ടേഷൻസ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. കൺഫ്യൂഷൻ ആവരുത്. ഓക്കെ, then our next topic is expression for loss of energy due to hydraulic jump. അതായത് ഹൈഡ്രോളിക് ജമ്പ് സംഭവിക്കുമ്പോൾ ഉണ്ടാവുന്ന എനർജി ലോസിൻ്റെ എക്സ്പ്രഷനാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതൊരു 10 മാർക്കിനോ 12 മാർക്കിനോ ഒക്കെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തൊട്ട് മുമ്പ് ചെയ്ത ഡെറിവേഷൻ തൊട്ടിട്ട് ചെയ്തു വരേണ്ടി വരും. കാരണം അതിൻ്റെ കണ്ടിന്യൂഷൻ തന്നെയാണ് ഇതിൻ്റെ ഡെറിവേഷൻ എന്ന് പറയുന്നത്. ഏകദേശം കണ്ടിന്യൂഷൻ തന്നെയാണ്. 10-12 മാർക്കിനൊക്കെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം തൊട്ട് ചെയ്തു വരേണ്ടി വരും. ഓക്കെ, അത് കുറവാണെന്നുണ്ടെങ്കിൽ ഇവിടെ തൊട്ടിട്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പം ഹൈഡ്രോളിക് ജമ്പ് നടക്കുമ്പോൾ അവിടെ ഒരു എനർജി ലോസ് ഉണ്ടാവുന്നുണ്ട്. അതിൻ്റെ എക്സ്പ്രഷനാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഈ എനർജി ലോസ് ഉണ്ടാവാനുള്ള കാരണം എന്ന് പറയുന്നത് ഹൈഡ്രോളിക് ജമ്പ് സംഭവിക്കുമ്പം അവിടെ കുറേ എഡീസ് ഫോം ചെയ്യുന്നുണ്ട്. ഹൈഡ്രോളിക് ജമ്പിൻ്റെ ഫിഗർ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഇതാണ് ഹൈഡ്രോളിക് ജമ്പ്. ഈ ഹൈഡ്രോളിക് ജമ്പ് നടക്കുമ്പോഴത്തേക്കും ഈ ഭാഗത്തായിട്ട് കുറേ എഡീസ് ഫോം ചെയ്യും. എഡീസ് മീൻസ് കുമിളകൾ. എഡീസ് ഫോം ചെയ്യും. അതേ കണക്ക് തന്നെ അവിടെ ടർബുലൻസ് ക്രിയേറ്റ് ചെയ്യും. ടർബുലൻസ് ഉണ്ടാവുക എന്ന് വെച്ചാൽ ഇവിടെ അണ്ടുലേഷൻസ് ഉണ്ടാവും. അപ്പോൾ ഞാൻ സ്മൂത്തായിട്ടാണ് വരച്ചിരിക്കുന്നത്. ആക്ച്വലി ദർ വിൽ ബി സം അണ്ടുലേഷൻസ്. സോ ഈ അണ്ടുലേഷൻസ് അല്ലെങ്കിൽ ടർബുലൻസ് കാരണവും ഇവിടെ ഫോം ചെയ്യുന്ന എഡീസ് കാരണവും ഇവിടെ ഒരു എനർജി ലോസ് ഉണ്ടാവുന്നുണ്ട്. ഈ സെക്ഷൻ 1.1-നും സെക്ഷൻ 2.2-നും ഇടയ്ക്ക് എനർജി ലോസ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ആ എനർജി ലോസിൻ്റെ എക്സ്പ്രഷനാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ഓക്കെ, സോ ഈ എനർജി ലോസ് ഉണ്ടാവാൻ ഈ എനർജി ലോസ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് സ്പെസിഫിക് എനർജി ഇക്വേഷൻ യൂസ് ചെയ്താൽ മതി. അതായത് സെക്ഷൻ 1.1-ലെ സ്പെസിഫിക് എനർജിയും സെക്ഷൻ 2.2-ലെ സ്പെസിഫിക് എനർജിയും കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ ഡിഫറൻസ് നോക്കിക്കഴിഞ്ഞാൽ വി ക്യാൻ ഫൈൻഡ് ഔട്ട് ദ എനർജി ലോസ് ഡ്യൂ ടു ഹൈഡ്രോളിക് ജമ്പ്. സോ ലോസ് ഓഫ് എനർജി ഡ്യൂ ടു ഹൈഡ്രോളിക് ജമ്പിനെ ഞാൻ HL എന്ന് ഡിനോട്ട് ചെയ്യുന്നു. HLന് പകരം ΔEO അല്ലെങ്കിൽ E⁻L നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, സോ ഇവിടെ ഞാൻ HL ആണ് യൂസ് ചെയ്യുന്നത്. HL = E1 - E2 ആയിരിക്കും. E1 എന്ന് പറയുന്നത് സ്പെസിഫിക് എനർജി അറ്റ് സെക്ഷൻ 1.1 ആണ്. E2 എന്ന് പറയുന്നത് സ്പെസിഫിക് എനർജി അറ്റ് സെക്ഷൻ 2.2 ആണ്. സ്പെസിഫിക് എനർജിയുടെ ഇക്വേഷൻ നമ്മൾ 4th മോഡ്യൂളിൻ്റെ ആദ്യം പഠിച്ചായിരുന്നു. ജനറൽ ഇക്വേഷൻ ഈസ് H + v²/2g ആണ്. ഓക്കെ, ഇവിടെ Hന് പകരം നമ്മൾ D ആണ് യൂസ് ചെയ്യുന്നത്. സോ E1 എന്ന് പറയുന്നത് D1 + v1²/2g വരും. E2 എന്ന് പറയുന്നത് D2 + v2²/2g വരും. ഓക്കെ,
സോ ഇതിൻ്റെ രണ്ടും കൂടെ ഡിഫറൻസ് നോക്കിയാൽ മതി. സോ ഞാൻ രണ്ടിൻ്റെ ഇക്വേഷൻ എഴുതി. ദെൻ അടുത്ത സ്റ്റെപ്പിൽ ഞാൻ ഈ മൈനസ് ഇത് ബ്രാക്കറ്റിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നു. സോ d1 പ്ലസ് v1 സ്ക്വയർ ബൈ 2g, സോറി ഇവിടെ 2g ഉണ്ട്, 2g മൈനസ് d2 മൈനസ് v2 സ്ക്വയർ ബൈ 2g എന്ന് വരും. ഓക്കെ, ദെൻ ഞാനിതൊന്ന് റീഅറേഞ്ച് ചെയ്യുകയാണ്. റീഅറേഞ്ച് ചെയ്യുമ്പോൾ we will get HL equal to v1 square by 2g minus v2 square by 2g minus d2 plus d1. അതായത് വെലോസിറ്റിയുടെ ടേംസ് എല്ലാം ഒരുമിച്ച് എഴുതി, ഡെപ്തിൻ്റെ ടേം ഒരുമിച്ച് എഴുതി. ഓക്കെ, സോ നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഞാൻ ഇത് രണ്ട് സെപ്പറേറ്റ് ചെയ്ത് എഴുതുകയാണ്. v1 square by 2g minus v2 square by 2g, ദെൻ മൈനസ് ഓഫ് d2 മൈനസ് d1 എന്ന് എഴുതി. ഇതിവിടെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇത് കണക്ക് തന്നെ കിട്ടും. ഞാൻ ഈ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്ത് എഴുതി. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഞാൻ v1-നും v2-നും നമ്മുടെ കഴിഞ്ഞ എക്സ്പ്രഷൻ അല്ലെങ്കിൽ കഴിഞ്ഞ ഡെറിവേഷനകത്ത് ക്യൂവിന് വാല്യൂ കണ്ടുപിടിച്ചാൽ q ഈക്വൽ ടു v1 d1 ഈക്വൽ ടു v2 d2 എന്ന് എഴുതിയായിരുന്നു. സോ ഇതിൽ നിന്ന് v1-ന് q ബൈ d1 എന്നും v2-ന് q ബൈ d2 എന്നും കിട്ടും. സോ ഈ v1-ൻ്റെയും v2-ൻ്റെയും ഈ വാല്യൂസ് ഞാൻ ഈ എക്സ്പ്രഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. സോ ഇവിടെ എങ്ങനെ വരും? q സ്ക്വയർ ബൈ 2g d1 സ്ക്വയർ മൈനസ് q സ്ക്വയർ ബൈ 2g d2 സ്ക്വയർ മൈനസ് d2 മൈനസ് d1 എന്ന് കിട്ടും. സോ ഇവിടെ v1-നും v2-നും വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതാണ്. ഓക്കെ, സോ നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഈ രണ്ട് ടേമിൽ എന്താ q സ്ക്വയർ ബൈ 2g കോമൺ ആണ്. സോ ഈ q സ്ക്വയർ ബൈ 2g ഞാൻ ബ്രാക്കറ്റിന് പുറത്തേക്ക് എടുക്കുന്നു. സോ q സ്ക്വയർ ബൈ 2g ഇൻറ്റു ബാക്കി 1 ബൈ d1 സ്ക്വയർ മൈനസ് 1 ബൈ d2 സ്ക്വയർ എന്ന് വരും, മൈനസ് d2 മൈനസ് d1. ദെൻ അടുത്ത സ്റ്റെപ്പിൽ ഇതാ ഈ ബ്രാക്കറ്റിനകത്ത് കിടക്കുന്ന ടേം സിംപ്ലിഫൈ ചെയ്യുക. അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ d2 സ്ക്വയർ മൈനസ് d1 സ്ക്വയർ ബൈ d1 സ്ക്വയർ d2 സ്ക്വയർ d1 സ്ക്വയർ ഇൻറ്റു d2 സ്ക്വയർ എന്ന് കിട്ടും. ബാക്കി ടേമുകളെല്ലാം അത് കണക്ക് എഴുതുക. ദെൻ ഇതിന് ഇക്വേഷൻ നമ്പർ 7 എന്ന് ഇടുക. ഓക്കെ, ഞാൻ ഇക്വേഷൻ നമ്പേഴ്സ് കഴിഞ്ഞ ഡെറിവേഷന് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഇട്ട് പോവുകയാണ്. ഇക്വേഷൻ നമ്പർ 7 എന്നിട്ടു. ഇനി അടുത്ത സ്റ്റെപ്പിൽ കഴിഞ്ഞ ഡെറിവേഷൻ, അതായത് ഡെപ്ത് ഓഫ് ഹൈഡ്രോളിക് ജമ്പിൻ്റെ ഡെറിവേഷനിലെ ഇക്വേഷൻ നമ്പർ 4 എന്നെടുത്ത് എഴുതുക. ഇക്വേഷൻ നമ്പർ 4 നേരത്തെ നമ്മൾ ഡിറൈവ് ചെയ്ത ഡെപ്ത് ഓഫ് ഹൈഡ്രോളിക് ജമ്പിൽ വരുന്ന ഇക്വേഷൻ നമ്പർ 4 ആണിത്. d2 പ്ലസ് d1 ഈക്വൽ ടു 2q സ്ക്വയർ ബൈ g d1 d2. സംശയമുള്ളവർ അത് നോക്കിയാൽ മതി. ഓക്കെ, ഈ എക്സ്പ്രഷനിൽ നിന്ന് q സ്ക്വയറിന് ഒരു ഫോർമുല കണ്ടുപിടിക്കുക. q സ്ക്വയർ കണ്ടുപിടിക്കാനായിട്ട് g d1 d2 ഇപ്പുറത്തേക്ക് കൊണ്ടുപോവുക. അപ്പോൾ q സ്ക്വയർ ഈക്വൽ ടു g d1 d2 ഇൻറ്റു d2 പ്ലസ് d1 ഓൾ ഡിവൈഡ് ബൈ 2 വരും. ഈ 2 ഇനി താഴെ വന്നതാണ്, d2 പ്ലസ് d1 ബൈ 2 എന്ന് വരും. സോ ഈ q സ്ക്വയറിൻ്റെ ഈ വാല്യൂ തൊട്ട് മുമ്പിലത്തെ ഇക്വേഷൻ 7ലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ടിങ് ദ വാല്യൂ ഓഫ് q സ്ക്വയർ ഇൻ ഇക്വേഷൻ 7. ഓക്കെ, അപ്പോൾ q സ്ക്വയർ ഇവിടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ HLൻ്റെ വാല്യൂ അങ്ങനെ ഒരു HL ഈക്വൽ ടു g d1 d2 ഇൻറ്റു d2 പ്ലസ് d1 ബൈ 2 എന്ന് പറയുന്നത് ഈ q സ്ക്വയറിൻ്റെ വാല്യൂ ആണ്. ഇൻറ്റു ബാക്കി ഇവിടെ എന്ത് വരും? d2 സ്ക്വയർ മൈനസ് d2 സ്ക്വയർ മൈനസ് d1 സ്ക്വയർ ബൈ 2g. ഈ 2g ആണിത്. ഈ 2g ഇൻറ്റു d1 സ്ക്വയർ d2 സ്ക്വയർ മൈനസ് d2 മൈനസ് d1 എന്ന് വരും. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്യുക. താഴെയും മുകളിലും താഴെയും g ഉണ്ട്. ഈ g ക്യാൻസൽ ചെയ്ത് പോവും. അതേ കണക്ക് തന്നെ ഇവിടെ d1 ഉണ്ട്, ഇവിടെ ഒരു d1 ഉണ്ട്, അത് ക്യാൻസൽ ചെയ്ത് പോവും. d2 താഴെ ഒരു d2 ക്യാൻസൽ ചെയ്ത് പോവും. അപ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇങ്ങനെ വരും, d2 പ്ലസ് d1 ഇൻറ്റു d2 സ്ക്വയർ മൈനസ് d1 സ്ക്വയർ ഡിവൈഡഡ് ബൈ 4 d1 d2. 4 വരുന്നത് 2 ഇൻറ്റു 2 4 വരും. 4 d1 d2. ഒരു d1 d2 വരത്തുള്ളൂ, ബാക്കി മുകളിൽ ക്യാൻസൽ ചെയ്ത് പോകുന്നുണ്ട്. മൈനസ് d2 മൈനസ് d1 എന്ന് വരും. ഓക്കെ, ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പിൽ d2 സ്ക്വയർ മൈനസ് d1 സ്ക്വയർ ഞാൻ എക്സ്പാൻഡ് ചെയ്തു. ഇതെന്ന് പറയുന്നത് a സ്ക്വയർ മൈനസ് ബി സ്ക്വയറിൻ്റെ ഫോമാണ്. a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറയുന്നത് a പ്ലസ് ബി ഇൻറ്റു a മൈനസ് ബി ആണ്. സോ ആ ഫോമിൽ ഞാനിതിനെ എക്സ്പാൻഡ് ചെയ്തു. ഇത് ഇങ്ങനെ വരും, d2 പ്ലസ് d1 ഇൻറ്റു d2 പ്ലസ് d1 ഇൻറ്റു d2 മൈനസ് d1 ഓൾ ഡിവൈഡ് ബൈ 4 d1 d2 മൈനസ് d2 മൈനസ് d1.
ദെൻ അടുത്ത സ്റ്റെപ്പിൽ ഈ രണ്ട് ടേമിലും d2 മൈനസ് d1 ഉണ്ട്. അപ്പോൾ ഈ d2 മൈനസ് d1 ഈ രണ്ട് ടേമിൽ നിന്ന് കോമൺ ആയിട്ട് പുറത്തെടുക്കാം. അത് കണക്ക് തന്നെ d2 പ്ലസ് d1 ഇൻറ്റു d2 പ്ലസ് d1 എന്ന് പറയുന്നത് d2 പ്ലസ് d1 ദി ഹോൾ സ്ക്വയർ ആണ്. അപ്പം ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പം ഇങ്ങനെ വരും h ഈക്വൽ ടു d2 മൈനസ് d1. ആ രണ്ട് ടേമിൽ നിന്ന് d2 മൈനസ് d1 ഞാൻ കോമൺ ആയിട്ട് പുറത്തെടുത്താണ്. d2 മൈനസ് d1 ഇൻറ്റു d2 പ്ലസ് d1 ദി ഹോൾ സ്ക്വയർ ബൈ 4 d1 d2 മൈനസ് 1 എന്ന് വരും. ഓക്കെ, അതാൻ ഈ d2 പ്ലസ് d1 ദി ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് a പ്ലസ് ബി ദി ഹോൾ സ്ക്വയറിൻ്റെ ഫോമിലാണ്. a പ്ലസ് ബി ദി ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? a സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab ആണ്. സോ ആ ഫോമിൽ ഇതിനെ എക്സ്പാൻഡ് ചെയ്യുക. അപ്പോൾ അങ്ങനെ വരും d2 മൈനസ് d1 ഇൻറ്റു ഇതിനെ എക്സ്പാൻഡ് ചെയ്തു d2 സ്ക്വയർ പ്ലസ് d1 സ്ക്വയർ പ്ലസ് 2d1 d2 ഓൾ ഡിവൈഡഡ് ബൈ 4d1 d2 മൈനസ് 1 എന്ന് വരും. ദെൻ അടുത്ത സ്റ്റെപ്പിൽ ഞാൻ ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്തു. ഇപ്പോൾ എന്താ ഇങ്ങനെ വരും d2 സ്ക്വയർ പ്ലസ് d1 സ്ക്വയർ പ്ലസ് 2d1 d2 മൈനസ് 4d1 d2 ഓൾ ഡിവൈഡ് ബൈ 4d1 d2 എന്ന് വരും. സോ ഇത് സിംപ്ലിഫൈ ചെയ്യുക. ഇവിടെ പ്ലസ് 2d1 d2, ഇവിടെ മൈനസ് 4d1 d2 ഉണ്ട്. അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇങ്ങനെ വരും d2 സ്ക്വയർ പ്ലസ് d1 സ്ക്വയർ മൈനസ് 2d1 d2 എന്ന് വരും. ഓൾ ഡിവൈഡ് ബൈ 4d1 d2. ദെൻ ഇതെന്ന് പറയുന്നത് a സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2ab ഫോമാണ്. അതെന്ന് പറയുന്നത് ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ d2 മൈനസ് d1 ദി ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. മൊത്തത്തിൽ h ഈക്വൽ ടു d2 മൈനസ് d1 ഇൻറ്റു d2 മൈനസ് d1 ദി ഹോൾ സ്ക്വയർ ബൈ 4d1 d2 എന്ന് വരും. ഇവിടെ ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ d2 മൈനസ് d1 ദി ഹോൾ ക്യൂബ് എന്ന് വരും. സോ എനർജി ലോസിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്ന് പറയുന്നത് HL അല്ലെങ്കിൽ ഡെൽറ്റ ഇ അല്ലെങ്കിൽ ഇ സഫിക്സ് എൽ എന്ന് പറയുന്നത് d2 മൈനസ് d1 ദി ഹോൾ ക്യൂബ് ബൈ 4d1 d2 ആണ്. ഇവിടെ d1 എന്ന് പറയുന്നത് ഡെപ്ത് സെക്ഷൻ 1-1 ഡെപ്ത് ആണ്. d2 എന്ന് പറയുന്നത് സെക്ഷൻ 2-2 ഡെപ്ത് ആണ്. ഓക്കെ, സോ നെക്സ്റ്റ് ടോപ്പിക് ഈസ് ലെങ്ത് ഓഫ് ഹൈഡ്രോളിക് ജമ്പ്. ലെങ്ത് ഓഫ് ഹൈഡ്രോളിക് ജമ്പ് എന്ന് പറയുന്നത് സെക്ഷൻ 1-1 സെക്ഷൻ 2-2 ഇടയിലുള്ള ഡിസ്റ്റൻസിനെയാണ്. ഫിഗർ നോക്കിയാൽ നമുക്കറിയാം. ഫിഗർ നോക്കാം. ഇവിടെ സെക്ഷൻ 1-1 സെക്ഷൻ 2-2 ഇടയ്ക്കുള്ള ലെങ്തിനെയാണ് നമ്മൾ ലെങ്ത് ഓഫ് ഹൈഡ്രോളിക് ജമ്പ് എന്ന് പറയുന്നത്. ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, സെക്ഷൻ 1-1 എടുക്കുന്നത് ജസ്റ്റ് ബിഫോർ ദി ജമ്പും സെക്ഷൻ 2-2 കൺസിഡർ ചെയ്യുന്നത് ജസ്റ്റ് ആഫ്റ്റർ ദ ജമ്പും ആയിരിക്കണം. സോ ഇതിനിടയിലുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ലെങ്ത് ഓഫ് ഹൈഡ്രോളിക് ജമ്പ് എന്ന് പറയുന്നത്. അപ്പോൾ എക്സ്പെരിമെൻറ്റുകൾ വഴി നമ്മൾ ഏകദേശ ലെങ്ത് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഫോർ റെക്ടാങ്കുലർ ചാനൽസ് ആണെങ്കിൽ ഫ്രം എക്സ്പെരിമെൻറ്റ്സ് ഇറ്റ് ഈസ് ഫൗണ്ട് ടു ബി 5 to 7 times ദ ഹൈറ്റ് ഓഫ് ദി ഹൈഡ്രോളിക് ജമ്പ്. റെക്ടാങ്കുലർ സെക്ഷൻ ആണെന്നുണ്ടെങ്കിൽ ലെങ്ത് ഓഫ് ഹൈഡ്രോളിക് ജമ്പ് എന്ന് പറയുന്നത് 5 to 7 times ദ ഹൈറ്റ് ഓഫ് ദി ഹൈഡ്രോളിക് ജമ്പ്. ഹൈറ്റ് അല്ലെങ്കിൽ ഡെപ്ത് ഓഫ് ദി ഹൈഡ്രോളിക് ജമ്പ് ആണ്. ഡെപ്ത് ഓഫ് ഹൈഡ്രോളിക് ജമ്പിൻ്റെ 5 to 7 times ആണ് ലെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ വീഡിയോയിലുള്ള പോർഷൻസ് എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇത് നിങ്ങൾ ചെയ്ത് തന്നെ പഠിക്കുക. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു പേപ്പർ എടുത്ത് വെച്ച് നിങ്ങൾ ഒന്ന് ഡിറൈവ് ചെയ്ത് നോക്കുകയെന്നുണ്ടെങ്കിൽ, എഴുതി നോക്കുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും.